ഹലോ ഹായ് പേട്രീറ്റ് കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ സിനിമ കണ്ടിറങ്ങി. പേട്രീറ്റ് എന്ന് പറയുന്നു പാട്രീറ്റ് എന്ന് പറയുന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പലരും പല രീതിയിലാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത്. റിട്ടൺ ആൻഡ് ഡയറക്ട് ബൈ മഹേഷ് നാരായണൻ. കാസ്റ്റിനെ കുറിച്ചൊന്നും നമ്മൾ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രണ്ടുപേരുടെ കാര്യം പറയാം. മനുഷ് നന്ദൻ ക്യാമറ ചെയ്തിരിക്കുന്നത്, എഡിറ്റ് ചെയ്തിരിക്കുന്നത് രാഹുൽ രാധാകൃഷ്ണൻ. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഇത് ആദ്യമേ ഞാനൊരു കാര്യം പറയാം. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇതൊരു റിവ്യൂ ആയിട്ടൊന്നും ആരും കൂട്ടരുത്. നിങ്ങളുടെ തലച്ചോറ് ഉപയോഗിച്ച് നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക. ഇത് കണ്ടിട്ട് ഈ ഒരു ഒപ്പീനിയൻ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സിനിമ കാണണമെന്നോ കാണണ്ട എന്നോ ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് പറയുന്നത്. ഞാൻ എല്ലാ റിവ്യൂലും പറയുന്ന പോലെ എനിക്ക് സിനിമയെക്കുറിച്ച് ജസ്റ്റ് ഒരു ഓക്കെ സിനിമ മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ അടിയിൽ ചിലപ്പോൾ ഒരു നെഗറ്റീവ് കമൻറ്റ് വരാം. നിനക്ക് അടി ഇടി വെടി അങ്ങനത്തെ ഭയങ്കര മാസ് മസാല പടങ്ങളായിരിക്കും നിനക്കിഷ്ടം എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വരാം. അങ്ങനെ ഒരു സിനിമയല്ല എന്ന് നന്നായിട്ട് അറിയാവുന്ന, അങ്ങനെ ഒരു ജോണറല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ സിനിമയ്ക്ക് പോയിട്ടുള്ളത്. എന്നിട്ടും നിരാശപ്പെടുത്തിയെങ്കിൽ അതിൽ സംതിങ് പ്രശ്നം. പക്ഷേ തീരെ മോശമാണെന്ന് ഉള്ള അഭിപ്രായം ഞാൻ പറയുന്നില്ല. ഞാൻ രണ്ടുപേരുടെ പേര് മനുഷ് നന്ദനെയും രാഹുൽ രാധാകൃഷ്ണനെയും എടുത്തു പറഞ്ഞത്. ഗംഭീര വർക്ക് അവർ ചെയ്തിട്ടുണ്ട്. അവർ ക്യാമറ കിട്ടിലം ക്വാളിറ്റി തന്നെ അവർ ചെയ്തിട്ടുണ്ട്. എഡിറ്റിങ്ങും അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് രാഹുൽ രാധാകൃഷ്ണൻ. മഹേഷ് നാരായണനും അതുപോലെ തന്നെ രാഹുൽ രാധാകൃഷ്ണനും രണ്ടുപേരും കൂടി ചേർന്നാണ് എഡിറ്റ് ആകുന്നത്. ഡയറക്ടർ ഓൾറെഡി എഡിറ്റർ കൂടിയാണല്ലോ. സിനിമയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്ര വലിയ ക്യാൻവാസിൽ പറയേണ്ട ഒരു സ്റ്റോറി ലൈൻ ഉണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കിപ്പോഴും ഉണ്ട്. അത് നിങ്ങൾ കണ്ട് തീരുമാനിക്കുക. എനിക്ക് പലപ്പോഴും ഒരു ധൂമം എന്ന് പറയുന്ന ഫഹദ് ഫാസിൽ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ധൂമം എന്ന് പറയുന്ന സിനിമയുമായിട്ട് ഭയങ്കര സാമ്യമൊക്കെ തോന്നി. പ്രത്യേകിച്ച് ഫഹദ് ഫാസിലിൻ്റെ ഒരു അപ്പിയറൻസും ബോഡി ലാംഗ്വേജും പരിപാടിയൊക്കെ വെച്ചിട്ട് വളരെ ചെറിയൊരു സ്റ്റോറി ലൈനായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നി കേട്ടോ. അത്രയും ഭയങ്കര സംഭവമായ ഒരു സ്റ്റോറി ലൈനായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം അത്രയും ചെറിയൊരു സ്റ്റോറി ലൈൻ ഇത്ര വലിയൊരു ക്യാൻവാസിൽ പറയേണ്ടതുണ്ടോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ വലിയ ക്യാൻവാസിൽ പറയുമ്പോൾ ഇങ്ങനെ വലിപ്പിച്ച് വെച്ചിട്ടുണ്ട് മാക്സിമം. അത് ഫസ്റ്റ് ഹാഫിൽ അപ്പട്ടിപ്പട്ടയൊക്കെ കുറച്ച് പ്രശ്നങ്ങളായിട്ടാണ് ഒരു ക്ലാസ് പരിപാടിയായിട്ടാണ് പോകുന്നത്. ഹൈ മൊമെൻറ്റ്സ് ഒന്നുമില്ല. ആകെ ഒരു ഹൈ മൊമെൻറ്റ് എന്ന് പറയാവുന്നത് എന്താ പറയുക, ഇൻ്റർവെല്ല് പഞ്ചിനാണ്. നമുക്കിവിടെ ഒരു ആക്ഷൻ പരിപാടിയൊക്കെ വന്നിട്ട് അത് കഴിഞ്ഞ് ഇൻ്റർവെല്ലിന് ശേഷം നമ്മൾ കുറച്ച് ക്യാരക്ടറും കൂടി വരുമല്ലോ സ്വാഭാവികമായിട്ടും. ലാലേട്ടൻ, നയൻതാര അങ്ങനത്തെ കുറേ ആളുകളൊക്കെ വരും. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അപ്പോഴും മാസ് പരിപാടിയൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എന്നാലും നമ്മളിങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പരിപാടിയിൽ ഈ ചെറിയ സ്റ്റോറി ലൈനിൽ ഭയങ്കരമായൊരു ബിൽഡപ്പും പരിപാടിയൊക്കെ കൊടുത്തിട്ട് അത്രയ്ക്കുള്ളൊരു പരിപാടി നമുക്ക് കിട്ടിയില്ല. പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒക്കെ എങ്ങനെയൊക്കെയോ ഇത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യിക്കണം എന്നുള്ളൊരു പരിപാടി. അതിനകത്ത് എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നിയത് ഫഹദ് ഫാസിൽ, ഞാൻ സ്പോയിലറൊന്നും പറയുന്നില്ല, ഫഹദ് ഫാസിൽ പോകുമ്പോൾ കാറിന് പുറകെ കുറേ പൂത്തിരി കത്തിച്ച് കുറേ ആളുകൾ പോകുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്താണെന്ന്. സ്പോയിലർ ആവുമെന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു കഥാപരിപാടി ഞാൻ പറയുന്നില്ല. തൊട്ട് മുമ്പത്തെ നിമിഷം ആ പൂത്തിരി കത്തിച്ച് പോകുന്ന സമയത്ത് എന്താണോ സംഭവിക്കുന്നത് അത് കുറച്ച് മുമ്പേ നടത്തിയാൽ അത് അവിടെ വെച്ച് തീർന്നേനെ. ഇതിങ്ങനെ വലിപ്പിക്കുന്നതായിട്ട് കുറേ സാധനങ്ങളൊക്കെ അനാവശ്യമായിട്ട് തിരികെ കയറ്റിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് ക്രിപ്സി ആക്കിയിരുന്നെങ്കിൽ ഗംഭീരമായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു പോസിറ്റീവ് കൂടി പറയാം. സുഷിൻ ഗംഭീര പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഇമോഷണൽ പരിപാടികൾ മൊത്തം ഒരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഇങ്ങനൊരു സ്റ്റോറി പറഞ്ഞിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ടും മഹേഷ് നാരായണൻ്റെ ഒരു സ്റ്റൈല് നമുക്കറിയാമല്ലോ. നമ്മളങ്ങനെ പ്രതീക്ഷിച്ച് തന്നെയാണ് പോകുന്നത്. അതൊക്കെ ആ ഇമോഷണൽ പരിപാടി പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വോക്കൽ ഒരു മൂളൽ പോകുന്നുണ്ട്. അത് ഗംഭീര പരിപാടിയാണ് കേട്ടോ. അത് നമുക്ക് ആ ഇമോഷൻ ഇവിടെ കിട്ടുന്ന രീതിയിൽ ഗംഭീരമായിട്ട് സൂക്ഷിച്ച് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടെക്നിക്കൽ പരിപാടികളൊക്കെ കുറച്ച് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പടം എന്നെ അത്ര സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല ഞാനെന്ന പ്രേക്ഷകനെ. ബാക്കി നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കുക. പെർഫോമൻസ് ഒക്കെ പൊളി. അതിനകത്ത് ഫഹദ് ഫാസിലായിരിക്കും സ്കോർ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് സിനിമ കാണുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു. ഫഹദ് ഫാസിൽ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക ചെയ്തിട്ടുണ്ട്. ലാലേട്ടനെ കൊണ്ട് പറ്റാവുന്ന പരിപാടികളൊക്കെ ലാലേട്ടൻ മാക്സിമം ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്കി നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കുക. കുറേ ക്യാരക്ടറൊക്കെ എന്തിനാണ് അത്രയും വേണ്ടിയിരുന്നോ എന്നുള്ളൊരു തോന്നലുണ്ട്. ഞാനതാണ് പറഞ്ഞത്, ഈ ചെറിയ പരിപാടി വലിയ ക്യാൻവാസിൽ ചെയ്യുമ്പോൾ ഇതിങ്ങനെ അവർ കുറേ മൾട്ടി സ്റ്റാറിനെ കൊണ്ടുവന്ന് അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷേ എന്നാലും നമുക്കതിനകത്ത് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് തോന്നുന്നില്ല. അത്രയും വലിയ സ്റ്റാർ കാസ്റ്റിനെ കൊണ്ട് നമുക്കൊരു ഇമ്പാക്റ്റ് തോന്നണ്ടേ. അങ്ങനത്തെ ഒരു ഇമ്പാക്റ്റ് തോന്നാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. ലാഗ്
ലാഗിൻ്റെ അല്ല, നമ്മൾ സിനിമ കണ്ട് ഞാൻ പേഴ്സണലി സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് എവിടെ കൊണ്ടാണ് നിർത്താൻ പോണത്, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഇതൊരു പിടി കിട്ടാതെ. എന്താ വെച്ചാൽ ഇവരെവിടെ എന്ത് വർക്ക് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇത് ഒരു സൈബർ ക്രൈം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടിയായിട്ടാണ്, അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈനാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണോ, അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിൻ്റെ ഒരു സാധനം വർക്ക് ചെയ്യണോ, അല്ലെങ്കിൽ കാമുകിയുടെ ഒരു സാധനം വർക്ക് ചെയ്യണോ, സുഹൃത്ത് ബന്ധത്തിൻ്റെ ഒരു സാധനം വർക്ക് ചെയ്യണോ? അപ്പം ഇതെല്ലാം കൂടി മൊത്തം ഒരു അവിയൽ പരിപാടിയായിട്ടാണ് ഈ സാധനം പോകുന്നത്. അപ്പോൾ ഇത് ഇമോഷണലായിട്ട് ഇങ്ങനെ പോണതിൻ്റെ ഇടയ്ക്ക് ലാലേട്ടനൊക്കെ വന്നതിന് ശേഷം അവിടെ ഇവിടേക്ക് ഒരു ഹൈ മൊമെൻറ്റ് പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് ഇതിലൊരു ഇമ്പാക്റ്റ് തോന്നില്ല. എനിക്ക് തോന്നി ഇമോഷണൽ എവിടേക്കോ അവിടെ ഇവിടെയൊക്കെ സാധനങ്ങൾ സെറ്റായിട്ടുണ്ട്. ഇപ്പം മമ്മൂക്ക ലാലേട്ടൻ ആ സുഹൃത്ത് ബന്ധത്തിൻ്റെ ചില സ്ഥലത്ത് മാത്രം നമുക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇട്ടുണ്ട്. പക്ഷേ അത് കൂടുതൽ പറയും തോറും നമുക്കതൊരു കൊള്ളാം, അത്രേ ഉള്ളു പരിപാടി. നമുക്ക് കുറച്ച് പറഞ്ഞ് അതവിടെ അവസാനിപ്പിച്ച് അത് ഗംഭീരമായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഓക്കെ. ഇതിങ്ങനെ 2-3 സ്ഥലത്ത് ഇതിങ്ങനെ വെച്ചാൽ അവരുടെ സുഹൃത്ത് ബന്ധം കാണിക്കാനോ അങ്ങനത്തെ പരിപാടിക്ക് ഇങ്ങനെ ചെയ്ത് വെച്ച് അത് വലിപ്പിച്ച് വെച്ചേക്കണം. അത് നമുക്ക് അത്ര അങ്ങോട്ട് സുഖമാവില്ല. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു വികാരമില്ലാതെ കണ്ടിരിക്കാം എന്നുള്ളൊരു പരിപാടിയായിട്ടാണ് എനിക്ക്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഭാര്യ ഭർത്താവ് ഉള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് 2 ക്യാരക്ടറിൻ്റെ സാധനം പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും എന്താ പറയുക, 2 പശ്ചാത്തലത്തിലാണ്. അതും കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നെങ്കിൽ അതിലാതൊരു സാധനം കിട്ടിയേനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച്. അങ്ങനെ ടോട്ടൽ ഒരു അവിയൽ പരുവത്തിൽ വലിയൊരു ക്യാൻവാസിൽ ചെറിയൊരു സ്റ്റോറി ലൈനിൽ ചെയ്തിട്ടുള്ളൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്തൊരു ഡയലോഗ് മമ്മൂക്ക പറയുന്നുണ്ട്. സ്പോയിലർ ഒന്നല്ല, അത് ഇങ്ങനെയാണ്. വിദേശത്തേക്ക് പോയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബോഡിയും അതുപോലെ തന്നെ കുറേ കാലമൊക്കെ ഹെൽത്തൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. നമ്മുടെ നാട്ടിൽ ആകുമ്പോൾ അത് നമ്മളുടെ കുഴപ്പമില്ല, അവിടെയുള്ള എന്തോ ആളുകളുടെ കുഴപ്പമാണെന്നാണ്. അത് എനിക്ക് അത്ര അങ്ങോട്ട് വർക്കായില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മളെ ഓരോരുത്തരെയും കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്, അല്ലാതെ ഇവിടുത്തെ സിസ്റ്റം ഒന്നുമല്ല. ഇവിടുത്തെ സിസ്റ്റം നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആക്കാനായിട്ട് നിങ്ങൾക്കൊരു ടൈം ടേബിളൊന്നും സെറ്റ് ചെയ്ത് തരാനൊന്നും പോകുന്നില്ല. നമ്മളുടെ ഹെൽത്ത് നോക്കേണ്ടത് നമ്മൾ ഓരോരുത്തർ തന്നെയാണ്. അത് മമ്മൂക്ക പറയുമ്പോൾ എനിക്കത് ഒട്ടും റെലവൻ്റ് ആയില്ല, എന്ന് എനിക്ക് തോന്നി. സീരിയസ്ലി അങ്ങനെ തന്നെ തോന്നി. കഥ എഴുതിയിരിക്കുന്നതും മഹേഷ് നാരായണനാണ്. എനിക്ക് എന്തുകൊണ്ടാണെന്ന് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഈ ലാലേട്ടൻ വന്നപ്പോൾ ഇത് വലിയൊരു പരിപാടിയായെന്നുള്ളൊരു അത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ നീട്ടി വെച്ചത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ലാലേട്ടനെ കൂടി ഒരു ചെറിയൊരു ക്യാമിയോ ആണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് പക്ഷേ ലാലേട്ടൻ വന്നപ്പോൾ കുറച്ചുകൂടി വലുതാക്കിയതിൻ്റെ അത് പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൊത്തം സിനിമ എടുക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞ് നീണ്ടിരിക്കുമ്പോൾ അതും കൂടി ഒരു പ്രശ്നമായിട്ട് ചിലപ്പോൾ തോന്നും നമുക്ക്. കാരണം 3 മണിക്കൂർ സിനിമ നമ്മളിങ്ങനെ ഹൈ മൊമെൻറ്റ്സ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു എൻഗേജ്ഡ് ആയിട്ട് നമുക്ക് ഇരുന്ന് മുൾമുനയിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടേക്കൊക്കെ, ഇത് ചെറിയ സ്ഥലത്ത് മാത്രമേ ഹൈ മൊമെൻറ്റ്സ് ഇങ്ങനെ ഇട്ട് പോകണുള്ളൂ. അതിൻ്റെ ഒരു പ്രശ്നം. എന്നാൽ പോലും അങ്ങനെ ഹൈ മൊമെൻറ്റ്സ് ഒന്നും ഇല്ല, എല്ലാ ഇമോഷണൽ പരിപാടിയായിട്ട് പോകാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും നമുക്ക് പിടിച്ചിരുത്താവുന്ന അത്രയ്ക്ക് ഗംഭീര പരിപാടി എന്തെങ്കിലും കിട്ടണം. അത് എനിക്ക് കിട്ടിയിട്ടില്ല. ഐ എം നോട്ട് ഫുൾ സാറ്റിസ്ഫൈഡ്.